BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര വിമർശിച്ച ഹൈക്കോടതി ദേവസ്വം ബോർഡും പോലീസും റിപ്പോർട്ട് നൽകണം. ADGP MR അജിത് കുമാറിന്റെ വിവാദ ശബരിമല ട്രാക്ടർ യാത്രയിൽ വിമർശനവുമായി ഹൈക്കോടതി. അജിത് കുമാറിന്റെ നടപടി ദൌർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ച ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് ട്രാക്ടർ യാത്ര ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ പത്തനംതിട്ട SP-യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശിച്ചു. സാധനങ്ങൾ കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന പോലീസിന്റെ ട്രാക്ടറിൽ ഈ മാസം 12-ന് ADGP MR അജിത് കുമാർ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കും തിരിച്ചും യാത്ര ചെയ്തതായി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. സ്വാമി അയ്യപ്പൻ റോഡ് വഴി ഭക്തരോ പോലീസോ മറ്റേതെങ്കിലും വകുപ്പിലെ ഉദ്യോഗസ്ഥരോ യാത്ര ചെയ്യരുതെന്ന് വിലക്കിയിട്ടുള്ളതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നിട്ടും അതുവഴി യാത്ര ചെയ്യുകയായിരുന്നു. ഇത് ദൌർഭാഗ്യകരമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്നും കോടതി പറഞ്ഞു. കീമിൽ സ്റ്റേ ഇല്ല, ഈ വർഷം ഇടപെടില്ലെന്ന് സുപ്രീം കോടതി, അപ്പീലിനില്ലെന്ന് സംസ്ഥാന സർക്കാർ. കേരള എഞ്ചിനീയറിംഗ് പ്രവേശനം നടപടികളിൽ ഇടപെടാനില്ലെന്ന് സുപ്രീം കോടതി. കീം പ്രവേശനം കോടതി തടഞ്ഞില്ല. ഈ വർഷത്തെ പ്രവേശന പട്ടികയിൽ മാറ്റമില്ല. പ്രവേശനം തടയാതെ 4 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി പറഞ്ഞു. VC-യുടെ ഒരു ഉത്തരവ് കൂടി പാളി. സ്വന്തം വാഹനം ഇല്ലെന്ന് രജിസ്ട്രാർ, ഔദ്യോഗിക വാഹനത്തിൽ സർവകലാശാലയിൽ. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിന്റെ ഒരു ഉത്തരവ് കൂടി പാളുന്നു. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നത് തടഞ്ഞ VC-യുടെ നടപടിയാണ് പാളിയത്. രജിസ്ട്രാർ ഇന്ന് രാവിലെയും ഔദ്യോഗിക വാഹനത്തിൽ തന്നെ സർവകലാശാലയിൽ എത്തി. തനിക്ക് സ്വന്തമായി വാഹനമില്ലെന്ന് രജിസ്ട്രാർ പറഞ്ഞു. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വാഹനം ഉപയോഗിക്കുന്നത് തടയുവാനും വാഹനം യൂണിവേഴ്സിറ്റിയുടെ ഗ്യാരേജിൽ സൂക്ഷിക്കുവാനും VC നിർദ്ദേശം നൽകിയിരുന്നു. ഫൌജ സിംഗിനെ ഇടിച്ചിട്ട വാഹനത്തിന്റെ ഡ്രൈവർ അറസ്റ്റിൽ. കാനഡയിൽ നിന്നും നാട്ടിലെത്തിയത് ഒരാഴ്ച മുൻപ്. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ മാരത്തൺ ഓട്ടക്കാരൻ ഫൌജ സിംഗ് വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ ഡ്രൈവർ അറസ്റ്റിൽ. ജലന്ധറിലെ കർത്താപൂർ സ്വദേശിയായ അമൃത് പാൽ സിംഗ് ധില്ലനെയാണ് അറസ്റ്റ് ചെയ്തത്. ഫൌജ സിംഗിനെ ഇടിച്ച പഞ്ചാബ് രജിസ്ട്രേഷനുള്ള കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നിർണായകം ചാണ്ടി ഉമ്മൻ ഗവർണർ കൂടിക്കാഴ്ച. നിമിഷപ്രിയയുടെ മോചനം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ചാണ്ടി ഉമ്മൻ MLA-യും അമ്മ മറിയാമ്മയും കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടത്. നിമിഷപ്രിയയുടെ മോചനം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നെന്നും അവശതകൾ വകവയ്ക്കാതെ അദ്ദേഹം അതിനായി പരിശ്രമിച്ചിരുന്നെന്നും മറിയാമ്മ അറിയിച്ചു. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയത്തെയും വ്യവസായി MA യൂസഫ് അലിയെയും ഗവർണർ ഫോണിൽ ബന്ധപ്പെട്ടു. അബുദാബി, ഒമാൻ എന്നിവിടങ്ങളിലെ രാജകുടുംബങ്ങളുമായും സംസാരിച്ചു. നിമിഷപ്രിയയുടെ ഭർത്താവിനൊപ്പം കഴിഞ്ഞ ദിവസം ചാണ്ടി ഉമ്മൻ വീണ്ടും രാജ്ഭവനിലെത്തി. യമനിലുള്ള നിമിഷപ്രിയയുടെ അമ്മയുമായി വീഡിയോ കോളിൽ സംസാരിച്ച ഗവർണർ സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകി. കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിൽ നടപ്പാലവും ബസ് ബേയും അനുവദിക്കണം. കൃപാസനം തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിൽ ബസ് ബേയും നടപ്പാലവും അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കലവൂരിന് സമീപം ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം പ്രതിദിനം ആയിരങ്ങളാണ് എത്തുന്നത്. ഇത് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു. ബസ് ബേയും നടപ്പാലവും വന്നാൽ ഇവിടുത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുമെന്നും യാത്രക്കാർ പറയുന്നു. ഞാനിപ്പോൾ മരിക്കുകയാണെങ്കിൽ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തി. ആശുപത്രി കിടക്കയിൽ നിന്നും എലിസബത്ത്. ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോ പങ്കുവച്ച് നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശനിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത്. താൻ മരിച്ചാൽ അതിനുത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നും എലിസബത്ത് പറയുന്നു. സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല. സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി നൽകുകയും ചെയ്തു. താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ പങ്കുവെക്കേണ്ടി വരുമെന്ന് കരുതിയില്ലെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എലിസബത്ത് ഉദയൻ പറയുന്നു.
ഒറ്റ ചാർജിൽ 490 കിലോമീറ്റർ. കിയയുടെ ഇലക്ട്രിക് MPV കാരൻസ് ക്ലാവിസ് EV വിപണിയിൽ. വില 17.99 ലക്ഷം രൂപ മുതൽ 24.49 ലക്ഷം രൂപ വരെ. ഒറ്റ ചാർജിൽ 490 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ക്ലാവിസ് EV കിയയുടെ ആദ്യത്തെ മാസ് മാർക്കറ്റ് ഇലക്ട്രിക് കാറാണ്. 2 ബാറ്ററി പാക്കുകളിലായിട്ടാണ് പുതിയ വാഹനം ലഭിക്കുക. 42 കിലോ വാട്ട് ബാറ്ററി മോഡലിന് 404 കിലോമീറ്ററാണ് റേഞ്ച്. 51.4 കിലോ വാട്ട് മോഡലിന്റെ റേഞ്ച് 490 കിലോമീറ്ററും. മുൻ ആക്സിലുകളിൽ ഘടിപ്പിച്ച ഇലക്ട്രിക് മോട്ടറാണ് വാഹനത്തിന് കരുത്ത് പകരുന്നത്. 171 HP പവറും 255 Nm ടോർക്കുമുള്ള മോഡലിന് 100 കിലോമീറ്റർ വേഗം കൈവരിക്കുവാൻ 8.4 സെക്കൻഡുകൾ മാത്രം മതി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.